കടത്തനാടൻ പാരമ്പര്യമുള്ള മണ്ണാണ് വടകര. വടകര എക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളക്കൂറുള്ള മണ്ണായിരുന്നു. വടകരയിൽ നിന്നാണ് AK പ്രേമജവും P സതീദേവിയുമൊക്കെ വിജയിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ 2009 ശേഷം വടകരയുടെ രാഷ്ട്രീയ സ്വഭാവം അപ്പാടെ അങ്ങ് മാറി. ഒരു കോൺഗ്രസ്സുകാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന KP ഉണ്ണികൃഷ്ണനാണ് വടകരയെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച വ്യക്തി. പിന്നീട് CPIM-ന്റെ വനിതാ നേതാക്കളായ AK പ്രേമജവും P സതീദേവിയുമൊക്കെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2009 ഈ മണ്ഡലം പുനർനിർണയം ചെയ്തതോടുകൂടിയാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയത്. P സതീദേവിയെ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചതോടുകൂടിയാണ് കോൺഗ്രസ് തുടർച്ചയായി ഈ മണ്ഡലത്തിൽ വിജയിക്കാൻ ആരംഭിച്ചത്. 2014 യുവജന നേതാവായ AN ഷംസീറിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകരയിൽ മത്സരിപ്പിച്ചത്. എന്നാൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവും അക്രമ രാഷ്ട്രീയം മണ്ഡലത്തിലാകെ ചർച്ചയായതുമൊക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ 3000-ൽ പരം വോട്ടുകൾക്ക് വീണ്ടും പാർലമെന്റിലെത്തി. 2019 മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് P ജയരാജനെ ഇടതുപക്ഷം മത്സര രംഗത്തിറക്കിയത്. എന്നാൽ K മുരളീധരനോട് അദ്ദേഹം പരാജയപ്പെട്ടു. ഏറെക്കാലങ്ങളായി കൈവിട്ടുപോയ തങ്ങളുടെ ഉറച്ച കോട്ടയായ വടകര തിരിച്ചു പിടിക്കുന്നതിനാണ് ജനകീയ നേതാവായ മട്ടന്നൂർ MLA KK ശൈലജയെ CPIM ഇത്തവണ മത്സര രംഗത്ത് ഇറക്കിയത്. യുവാക്കൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും നിർണായകമായ സ്വാധീനമുള്ള KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതേ നാണയത്തിൽ തന്നെയാണ് കോൺഗ്രസും തിരിച്ചടിച്ചത്. സിറ്റിംഗ് MP ആയ K മുരളീധരനെ അദ്ദേഹത്തിന്റെ അസംതൃപ്തിക്കിടയിലും തൃശ്ശൂരിലേക്ക് മാറ്റുകയും പാലക്കാട് MLA-യും യുവനേതാവുമായ ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കുകയും ചെയ്തു. ഇത് വടകരയുടെ രാഷ്ട്രീയ ചിത്രത്തെ ആകമാനം മാറ്റി. BJP ആകട്ടെ ഇത്തവണ മത്സരിപ്പിക്കുന്നത് CR പ്രഫുൽ കൃഷ്ണനെയാണ്. ഏറെ രാഷ്ട്രീയമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊന്നും BJPക്ക് ഇല്ല എങ്കിൽ കൂടിയും കോലീബി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമിട്ട മണ്ണാണ് വടകര. BJPയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലമാണ് വടകര. ചുരുക്കം ചില പോക്കറ്റുകളിലല്ലാതെ BJPയുടെ സാന്നിധ്യം ഈ മണ്ഡലത്തിൽ നന്നേ കുറവാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. വടകര ഒഴികെ ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ഇടതുപക്ഷ സ്വാധീനമുണ്ട്. KK രമ മാത്രമാണ് വടകരയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എങ്കിലും ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും പൊതുവെ ഇടതുപക്ഷ സ്വാധീനമുള്ളതും ഇടതുപക്ഷ സ്വഭാവം പുലർത്തുന്നതുമായ മണ്ഡലങ്ങളാണ്. കേരളമാകെ ഉറ്റുനോക്കിയ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായിരുന്നു വടകരയിൽ സംഭവിച്ചത്. KK ശൈലജയുടെയും ഷാഫി പറമ്പിലിന്റെയും സ്ഥാനാർത്ഥിത്വത്തോടുകൂടി വടകര 2 MLA-മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മാറി. ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വം UDF പ്രവർത്തകർക്ക് മണ്ഡലത്തിലാകമാനം വലിയ ഊർജമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചരണമാണ് UDF ഇത്തവണ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വടകരയിൽ നടത്തിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി വലിയ റോഡ് ഷോകളും വലിയ രാഷ്ട്രീയ പ്രചരണ യോഗങ്ങളുമാണ് വടകരയിൽ നടന്നത്. ഇത് തെളിയിക്കുന്നത് വടകരയിലെ മത്സരം രൂക്ഷമായിരുന്നു എന്ന് തന്നെയാണ്. കേരളം ഉറ്റുനോക്കിയ ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചർച്ചയായത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമായിരുന്നില്ല. അതിനേക്കാൾ ഉപരി ബോംബിന്റെ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഹെയ്റ്റ് സ്പീച്ചും കാഫിർ പദപ്രയോഗവും ഒക്കെ വടകരയുടെ ജനവിധിയെ തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിലെമ്പാടും സ്വീകാര്യതയുള്ള ഒരു ജനകീയ നേതാവാണ് KK ശൈലജ. മാത്രമല്ല വടകര ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ നോക്കിയാലും KK ശൈലജയ്ക്ക് അനുകൂലമായ ജനവിധിയാണ് വടകരയിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ അതിനെ അട്ടിമറിക്കാൻ പോകുന്ന ചില സാമൂഹിക സമവാക്യങ്ങൾ വടകരയിൽ സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ള മുസ്ലിം വോട്ടർമാരും സ്ത്രീകളും യുവാക്കളും ഷാഫി പറമ്പിലിനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് ശൈലജ ടീച്ചറിനും ഇടതുപക്ഷത്തിനും ആഘാതമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ സംഭവിച്ചാൽ ഞങ്ങൾ നടത്തുന്ന പഠനപ്രകാരം ചെറിയ ഭൂരിപക്ഷത്തിന് ഷാഫി പറമ്പിൽ വിജയിക്കാനാണ് സാധ്യത.